നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. യാതൊന്നും ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്. ഒരുപാട് പേരുടെ എനർജീസ് വന്ന് പോകുന്നതാണ്. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങ് വിട്ടേക്കുക. ഒരു നല്ല റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിൽ വിചാരിക്കുക. ഓക്കെ. നിങ്ങൾക്ക് ആ യൂണിവേഴ്സിന് തന്നിരിക്കുന്ന എനർജീസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ എനർജി നോക്കിയാലോ. 10 ഓഫ് സോർട്സ് എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. 10 ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ്. നല്ല പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. ഭയങ്കരമായിട്ട് വിഷമത്തിലൂടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡ് ആയിരിക്കും ഫേസ് ചെയ്യുക. അത് നിങ്ങൾക്ക് താങ്ങുന്നതിനെക്കാട്ടി അപ്പുറമാണ് എന്ന് കാണിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ പിരിഞ്ഞ സമയത്തുണ്ടായ വിഷമങ്ങൾ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ നിങ്ങളെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. ഭയങ്കരമായിട്ട് തകർന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോകുന്നതെന്ന് കാണാൻ കഴിയുന്നു. ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നത് വളരെ പെയിൻഫുള്ളാണ് എന്ന് നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യത്തിലും, അതായത് എന്തൊരു കാര്യത്തിൽ നിങ്ങൾ തുടക്കം കുറിച്ചാലും ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ഒരു ആളാണ് എന്നാണ്. എടുത്തു ചാടി ഒരു തീരുമാനവും നിങ്ങൾ എടുക്കില്ല. ആലോചിച്ച് പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് പേജ് ഓഫ് ഫോൺസ് പറയുന്നത്. ആ സ്വഭാവം നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. ചില കാര്യങ്ങൾ ലക്ഷ്യബോധത്തോടെ നിങ്ങളിൽ ചെയ്യും. അതാ എന്ത് കാര്യമായാലും അത് മാക്സിമം എഫേർട്ട് കൊടുക്കുകയും ചെയ്യും നിങ്ങൾ. അങ്ങനെ ഒരു ആളാണ് നിങ്ങൾ എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യിച്ചിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഈ റിലേഷൻ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു, ഒരു ആലോചനയോടെ നിൽക്കുന്നു എന്നതാണ് കാണുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കല്ല, അല്ലാതെ കരിയർ ഗ്രോത്തിലേക്കും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുമേക്കും ആണ് എന്ന് കാണാൻ കഴിയുന്നത്. ഒരു ലക്ഷ്യബോധത്തോടെ മാറി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അത് ലൈഫ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ അത് അവരുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് ശരിക്കും ഇഷ്ടമുണ്ട്, നിങ്ങളോട് ഇംപ്രഷനുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോൾ കരിയർ ഗ്രോത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഫിനാൻഷ്യലി സെറ്റ് ആവണം എന്നുള്ള ഒരു പ്ലാനിങ്ങോടെ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണെ കാണാൻ കഴിയുന്നത്. അവർ എന്തെങ്കിലും നിങ്ങളെപ്പോലെ തന്നെ എന്തെങ്കിലും നടത്തണമെന്ന് മനസ്സിൽ വാശി പിടിച്ചാൽ അത് നടത്തി പിന്മാറുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് തിരിച്ചുവരവ് നടത്തണം എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സെറ്റ് ആവണം എന്നവർ വിചാരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു ഫീലിങ്സ് മറച്ചു വെച്ചിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. യാതൊരു കോണ്ടാക്റ്റും തരാതെ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആൻസർ ഒന്നും തരാതെ, നിങ്ങളുടെ വിഷമങ്ങൾ കണ്ടില്ല എന്ന് വെച്ച് മാറി നിൽക്കുന്നത് ഇപ്പോൾ അതാണെന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസിൽ, നിങ്ങളുടെ ആ വ്യക്തിത്വത്തിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ കൂടുതലും ഇമ്പോർട്ടൻസ് ടൈമും ഇപ്പോൾ കരിയർ ഗ്രോത്തിനായിട്ട് കൊടുത്തിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്.
നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തൽക്കാലത്തെ ആ ഒരു ഇഷ്യൂസ് എല്ലാം ഒന്ന് തീർത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ടെൻഷനോ വിഷമോ ഒന്നും വേണ്ട. ഈ റിലേഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അറിയിക്കണേ. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം എൻ്റെ റീഡിങ് ഇഷ്ടപ്പെടുവാണെങ്കിൽ. ഓക്കെ, താങ്ക് യു.